ഇന്ന് നമ്മളെ ഫുഡ് ബ്ലോഗ് എടുക്കുന്നത്. നമ്മുടെ കണ്ണൂരിലെ റംദാൻ സ്റ്റാളും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാണ്ട് എങ്ങനെ നമ്മൾ നോമ്പിൻ്റെ ഈ മാസം അവസാനിപ്പിക്കും അല്ലേ. അപ്പോൾ ഞാൻ കണ്ണൂരിലെത്തിയിട്ടുണ്ട് എല്ലാ വർഷത്തെയും പോലെ. അപ്പോൾ ഫസ്റ്റ് ചാമ്പിക്കോനാണ് കയറിയത്. ഇവിടെ മുഗളായി ചിക്കനാണ് ഓർഡർ ചെയ്തത്. ഒരു ചിക്കൻ തവേൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ലൊട്ടക്കച്ച് പറഞ്ഞു. ലൊട്ടക്കച്ച് അത്ര വലിയ ഫോമിലേക്ക് ആയിട്ടില്ല, അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് വേറൊരു ഷോപ്പ്, ചാമ്പിക്കോൻ്റെ ഇപ്പുറത്ത് വേറൊരു ഷോപ്പ് കണ്ടു. ചാമ്പിക്കോൽ എന്താണോ ഉള്ളത് അതേ സെയിം കോപ്പി പേസ്റ്റാണ് ഈ ഷോപ്പിലുള്ളത്. പിന്നെ അവിടെ കയറേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അങ്ങോട്ട് പോയപ്പോൾ ചാമ്പിക്കോലുള്ള അതേ സാധനം തന്നെ അടുത്ത ഷോപ്പിലും അങ്ങനെ എത്ര സ്റ്റാളുണ്ടോ എല്ലാ സ്റ്റാളിലും സെയിം മെനു ആണുള്ളത്. ഇങ്ങനെ സെയിം മെനു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സാധനം കഴിച്ചിട്ട് പിന്നെ ഇപ്പുറത്ത് വന്നിട്ട് അതേ സെയിം ഐറ്റംസ് കഴിക്കാൻ നിൽക്കുമോ? അപ്പം നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഒരേ സെയിം ഈ പോത്തും കാല് മറ്റേത് മറിച്ചത് അങ്ങനത്തെ സാധനം നിങ്ങൾക്ക് പോയാൽ മനസ്സിലായി. ഈ സെയിം തന്നെ എല്ലാവരും എന്തിനാണ് കൊടുക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു റംദാൻ്റെ സ്റ്റാളാകുമ്പോൾ വെറൈറ്റി ഉണ്ടായാലേ നമുക്കിങ്ങനെ ഒരു എക്സിബിഷൻ പോലെ വന്ന് കഴിച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് എല്ലാ ഷോപ്പിലും ഒരേ സാധനമാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആണ്. പിന്നെ ആ കൂട്ടത്തിൽ ഒന്നും ഇല്ലാണ്ട് വേറിട്ട് നിന്ന സാധനങ്ങളാണ് ഞങ്ങൾ ട്രൈ ചെയ്തത്. ഒന്ന് ഈ കിളിബോയി എന്ന് പറഞ്ഞ ഐറ്റംസ്, ഇങ്ങനത്തെ സ്ട്രോങ് ഡ്രിങ്ക്സ് ഉണ്ടാവില്ലേ, അത് ഈ ഷോപ്പിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ട്രൈ ചെയ്തു. പിന്നെ ഒരു കാടമുട്ടയുടെ എക്കുൽഫി ഉണ്ടായിരുന്നു, അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു റോൾ ഐസ്ക്രീം എന്ന് പറഞ്ഞ മിക്സഡ് ഫ്രൂട്ട്സ് വരുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. ഇത് മൂന്നുമാണ് സ്റ്റാളിൽ വേറെ എവിടെയും ഇല്ലാതെ വേറിട്ട് നിൽക്കുന്ന സാധനം. ബാക്കി ഐസ് ചരണ്ടി മറ്റേത് മറിച്ചത് നമ്മൾ എപ്പോഴും നോമ്പ് സമയത്ത് കാണുന്ന എല്ലാം ഇങ്ങനെ കോപ്പി ആക്കിയിട്ട് എല്ലാവിടെയും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഡിസപ്പോയിൻറ്റഡ് ആണ്. കണ്ണൂരിനെയും കൂത്തുപറമ്പിനെയും തലശ്ശേരിനെയും കമ്പയർ ചെയ്യുമ്പോൾ 3 സ്ഥലത്തും പോയി. തലശ്ശേരിയാണ് ഏറ്റവും ബെസ്റ്റ്, എന്നിട്ട് കൂത്തുപറമ്പാണ്, എന്നിട്ടാണ് കണ്ണൂർ വരുന്നത് ഇപ്രാവശ്യം.